മലയാളി സീരിയൽ ആരാധകർക്ക് ചിരപരിചിതമായ രൂപമാണ്, മുഖമാണ് നടൻ ആദിത്യൻ ജയന്റേത്. അമ്പിളി ദേവിയും ആദിത്യൻ ജയനും എന്ന് പറഞ്ഞാലേ ഒരു പക്ഷേ നമുക്കിന്ന് കൂടുതലായി അദ്ദേഹത്തെ അറിയാൻ പറ്റൂ. വില്ലൻ വേഷങ്ങളിലാണ് കൂടുതലും ആദിത്യൻ ജയൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അമ്പിളി ദേവിയുമായുള്ള വിവാഹവും പിന്നീട് വിവാഹമോചനവും എല്ലാം വളരെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ അതിനുശേഷം ആദിത്യൻ ജയനെ കുറിച്ചുള്ള വലിയ വിവരങ്ങളോ വലിയ വാർത്തകളോ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ആദിത്യൻ ജയന്റെ ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ വലിയ രീതിയിൽ തന്നെ വൈറലായി മാറിയിരുന്നു. കറുത്തിരുണ്ട മുഖത്തോടെ എന്തോ വലിയ അസുഖം വന്ന പോലെ ഇരിക്കുന്ന ആദിത്യൻ ജയന്റെ രൂപം കണ്ട സീരിയൽ ആരാധകർ ഒന്നടങ്കം ഞെട്ടി. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നായി പിന്നെയുള്ള ചർച്ചകൾ. ലിവറിന്റെ അസുഖമാണ്, അദ്ദേഹത്തിന് എന്തോ മാറാവ്യാധിയാണ്, ഇതെല്ലാം അമ്പിളി ദേവിയുടെയും പല സ്ത്രീകളുടെയും ശാപമാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ എന്താണ് തനിക്ക് ശരിക്കും സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറേ അധികം ആളുകൾ തന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിച്ചു എന്തു പറ്റിയെന്ന്. കാരണം താൻ അങ്ങനെ മദ്യപിക്കില്ല എന്ന് തന്റെ സുഹൃത്തുക്കൾക്ക് നന്നായി അറിയാം. മദ്യപാനം ഒരു മോശം ശീലമൊന്നുമല്ല. മദ്യം നമ്മളെ കഴിക്കാത്തടത്തോളം കാലം ഓക്കെ. ഇനി കാര്യം പറയാം. കുറേ കാലമായി എനിക്കെതിരെ പലതും വരും, ഞാൻ ശ്രദ്ധിക്കാറില്ല. പറയുന്നവർ പറയട്ടെ എന്ന് കരുതി മിണ്ടാതെ പോകുന്നു. തന്റെ മുഖത്ത് സംഭവിച്ചത് 2 കൊല്ലം മുൻപേ ഒരു മേക്കപ്പ് അലർജി ഉണ്ടായി. തന്റെ ഒപ്പം വർക്ക് ചെയ്തവർക്കെല്ലാം അറിയാം. അതൊന്ന് മാറി വരുമ്പോൾ 8 മാസം മുന്നേ എറണാകുളത്തുള്ള തന്റെ സുഹൃത്തിന്റെ ബ്യൂട്ടി പാർലറിൽ വച്ച് എന്റെ മീശ താടി ഡൈ ചെയ്യുന്ന ടൈമിൽ അവിടുത്തെ സ്റ്റാഫിന് പറ്റിയ ഒരു അബദ്ധം എന്റെ മുഖത്ത് ഒരു അലർജി വന്നു. ഇതിലും മോശം അവസ്ഥയിലായിരുന്നു അന്ന്. കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പല ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് നടത്തി, ഒന്നും അങ്ങോട്ട് ശരിയായില്ല. പക്ഷേ ഷിപ്പ്യാർഡിൻ ഭാഗത്തുള്ള വളരെ പ്രശസ്തനായ ഡോക്ടർ സോണി വർക്കി ട്രീറ്റ്മെന്റിൽ എനിക്ക് നല്ല മാറ്റമുണ്ടായി. നല്ല ചൊറിച്ചിൽ പൊള്ളലൊക്കെ ആയിട്ടാണ് ഞാൻ സാറിന്റെ മുന്നിൽ ചെന്നതും ആ വലിയ മനുഷ്യന്റെ കൈപുണ്യം കൊണ്ട് കുറേ അധികം ഭേദമായി. ഇപ്പോൾ നല്ല മാറ്റമുണ്ടായി. നിങ്ങൾക്ക് അന്വേഷിക്കാം, സാറിന്റെ ഫോട്ടോ ഇതിനൊപ്പം വയ്ക്കുന്നു. പക്ഷെ അടുത്ത കാലത്ത് കുറച്ചധികം വെയിൽ കൊള്ളുകയും സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ മുഖത്തൽപ്പം നീരുമൊക്കെ വന്നു. ഇതാണ് തനിക്ക് സംഭവിച്ചത്. ഇനി ഒരാളുടെ മുഖം കറുത്താൽ, മുടി കൊഴിഞ്ഞാൽ അത് ഈശ്വരന്റെ ശിക്ഷയാണെന്നും അല്ലെങ്കിൽ ക്യാൻസർ ആണ്, ലിവറായി എന്ന് പറയുന്നത് മോശമല്ലേ? ഈ വാർത്തയിടുന്നവർക്കൊന്ന് എന്നോട് ചോദിക്കാമല്ലോ സുഹൃത്തുക്കളെ. ഒരാൾക്ക് ഒരാപത്ത് വന്നാൽ അയ്യോ ഈശ്വര എന്ന് വിളിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ, നല്ല മനുഷ്യർ. പിന്നെ 5 കുടുംബം മാറി 2 ആക്കി ഇളവ് തന്നവർക്ക് നന്ദി. ഇവിടെ 4 കല്യാണം കഴിക്കുന്നവർ ഇന്നും മണ്ഡപം ബുക്ക് ചെയ്ത് ആട്ടവും പാട്ടുമായി യൂട്യൂബേഴ്സിനെ വിളിച്ചു വരുത്തി അടിച്ചു പൊളിക്കുന്നു, ആഘോഷിക്കുന്നു. 60 വയസ്സിലും പ്രണയിക്കുന്നവർ ഉള്ള കാലത്താണ് നമ്മൾ. എന്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കുവാൻ ഒരു പരാതിയുമില്ലാതെ ഞാൻ ഒരു വർക്ക് ചെയ്താൽ, ഞാൻ ഒരാളോട് മിണ്ടിയാൽ, ഒരു ഫോട്ടോ ഇട്ടാൽ ഉടൻ വന്നു പഴയ കഥകൾ പറയുന്നു. എന്തിന്? അത് കഴിഞ്ഞു. അവർ അവരുടെ വഴിക്ക് ജീവിക്കുന്നു, ഞാൻ എൻ്റെ വഴിക്ക്. പിന്നെ ഞാൻ ആരുടെയും ആദ്യ ഭർത്താവ് ഒന്നുമല്ല, ആരുടെയും ആദ്യ കുട്ടിയുടെ അച്ഛനുമല്ല. അതൊക്കെ ഓർത്തു വേണം എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ. എൻ്റെ കുട്ടിയെ ഞാൻ നോക്കുന്നില്ല എന്ന് പറയുന്നവരോട് ഞാൻ ഒപ്പമുള്ളപ്പോൾ 2 കുട്ടികളെയും, അതായത് എൻ്റെ മോനെയും വേറൊരാളുടെ കുഞ്ഞിനെയും നന്നായി നോക്കിയ ഒരാളാണ്. ഇന്ന് ഞാൻ മാറി നിൽക്കുമ്പോഴും ഞാൻ എന്നെ കൊണ്ടാവും വിധം എൻ്റെ കുഞ്ഞിനെ വേണ്ടത് ചെയ്യുന്നു. അത് പറയേണ്ടത് ആ കുഞ്ഞിൻ്റെ അമ്മയാണ്. ആർക്കെങ്കിലും അറിയണമെങ്കിൽ ചവറ കോടതിയിൽ ചെന്നാൽ അറിയാം. മയിൽ തോന്നുന്നത് പറയരുത് ആരും.